ഒമാനിലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചു. കൊല്ലം സ്വദേശി സുനിൽകുമാർ സദാനന്ദനാണ് മരിച്ചത്. മരിച്ചവരിൽ 9 വിദ്യാർത്ഥികളുണ്ട്. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായാണ് ഒമാനിൽ കനത്ത മഴ പെയ്യുന്നത്. വടക്കൻ പ്രദേശങ്ങളിലാണ് മഴ പെയ്യുന്നത്. ഇന്നലെ രാവിലെയാണ് ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാനിൽ കനത്ത കാറ്റും മഴയും തുടങ്ങുന്നത്. ഉച്ചയോടെ മഴ ശക്തമായി. വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീണാണ് മലയാളി മരിച്ചത്. ഒരു കുട്ടിയെ ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിലേക്ക് വെള്ളം ഇരച്ചു കയറിയിരുന്നു. പാർക്ക് ചെയ്തിരുന്ന പല വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതായും റിപ്പോർട്ടുണ്ട്. മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു മരിച്ച സുനിൽകുമാർ. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. മരിച്ചവരിൽ 9 വിദ്യാർത്ഥികളും 2 ഒമാനികളും ഒരു പ്രവാസിയും ഉൾപ്പെടുന്നുവെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ ഏജൻസി മാനേജ്മെന്റ് അറിയിച്ചു. ഒമാൻ ന്യൂസ് ഏജൻസി നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലിൽ വാഹനം ഒഴുകിപ്പോയത് മൂലമുണ്ടായ അപകടത്തിലാണ് 8 പേർ മരിച്ചത്. ഇതിൽ 6 പേർ കുട്ടികളും 2 പേർ ഒമാനി പൗരന്മാരുമാണ്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ, കൊഞ്ചം നിലാ എന്നും സ്വന്തം രാജകുമാരി. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. രാജകുമാരി.